പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ വടി കൊണ്ട് അടിക്കേണ്ട രീതികൾ, അതിൽ വരാവുന്ന കാര്യങ്ങൾ, തിരുത്തലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഇതിനകത്ത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് വരുന്നത്. ഒരു വടി നീട്ടി അടിക്കുമ്പോൾ ഉണ്ടാകുന്ന വേഗത, വെയിറ്റ്, ഇവയൊക്കെ നമുക്ക് വളരെ ഷോർട്ടായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് ചർച്ച ചെയ്യണത്. വളരെ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് വളരെ നീട്ടിയെടുക്കുന്ന വടിയുടെ ആ വേഗതയും വെയിറ്റും എങ്ങനെ ഷോർട്ടായിട്ട് ഉണ്ടാക്കാം. അഭ്യാസം പഠിക്കുന്നത് ആ രീതി ചിന്തിക്കാനും ആ രീതി പ്രവർത്തിക്കാനും ആയതുകൊണ്ട് അതിൻ്റെതായ രഹസ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ വെളിയിൽ വിടുകയാണ്. നേരെ വീഡിയോയിലേക്ക്. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും വടി കൊണ്ട് നമ്മൾ അടിക്കണത്. അപ്പോൾ രണ്ട് ഭാഗത്തും കൈ കമഴ്ത്തിയാണ് പിടിക്കണത്. കൈ കമഴ്ത്തി പിടിച്ചിട്ട് നമ്മൾ ഇവിടെ നേരെ കയറി ഇങ്ങനെ ഹിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടുന്ന് ഒരു വെയിറ്റ് കൊടുക്കുകയും ഇവിടുന്ന് ഒരു വലിക്കലും കൂടെ ഉണ്ട്. അത് സാധാരണ ചെയ്യാറുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിലായിരിക്കും നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇതുണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞു, നമ്മൾ വഞ്ചി തുഴയുന്ന മാതിരിയാണ് ഇതിൻ്റെ പവർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വഞ്ചി തുഴയുമ്പോൾ കുത്തിയതിന് ശേഷം മുന്നോട്ട് ആയികയാണ് നമ്മൾ ചെയ്യുന്നത്. അതേ ടെക്നിക്ക് അനുസരിച്ച് നമ്മളിങ്ങനെ നിന്നു കയറുന്ന സമയത്ത് ഉണ്ടോ ആ ഇത് കുത്താൻ നമ്മളിങ്ങനെ എങ്ങനെ എടുക്കുന്നോ അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഈ വടി വരണം. അല്ലാതെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുകയല്ല ചെയ്യണത്. ഇതിങ്ങനെ എടുത്തു കുത്തിയിട്ട് നമ്മൾ നീങ്ങുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം, അടുത്ത അടി കയറി വേണം. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അടിക്കുമ്പോൾ അവിടുന്ന് ഒരു അറ്റാക്ക് വന്നാൽ നമുക്ക് കുത്തണം. അതായത് നോക്കി നമ്മളിങ്ങനെ നിൽക്കുന്നു, ഇവിടെ ഇങ്ങനെ വരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കണ്ടോ കുത്താനുള്ള സംവിധാനത്തിനാണ്. അപ്പോൾ വടി എങ്ങനെ വരണം, ഇങ്ങനെ നിൽക്കുന്ന വടി നമ്മൾ ഇങ്ങനെ തന്നെ വരണം. അവിടെ ഗ്രോവിന് നേരെ വേണം കൈ, ഗ്രോവിന് നേരെ നമ്മുടെ കൈ വരണം. കാരണം ഇവിടെ ഒരു അറ്റാക്ക് വന്നാൽ നമുക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയണം, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ഒരു ബ്ലോക്ക് ചെയ്യാൻ കഴിയണം. ഇതെല്ലാം എവിടെ ചെയ്യണത്, ഈ ഒരു ഒറ്റ വർക്കിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വടിയെടുത്ത് അടിക്കുമ്പോൾ ഈ അടി സാധാരണ ഒരാൾ അടിക്കില്ല. സാധാരണ അടിക്കുകയാണെങ്കിൽ ഇങ്ങനെ അടിക്കുകയുള്ളൂ. അത് പക്ഷേ ഫുൾ ടോസ് ആയിരിക്കും, നല്ല വെയിറ്റ് ആയിരിക്കും. ഈ വെയിറ്റ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുക. നമ്മൾ ഈ സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ ചെയ്യണ സമയത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ ഭാഗം കൊണ്ട് ഇന്നൊരു ആക്ഷൻ കൊടുക്കുന്നുണ്ടാവും. ഹിപ്പിൽ നിന്നാണ് ഊർജ്ജം വരുന്നത്. ഒന്ന്. രണ്ടാമത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെ നമ്മൾ കൂളാണ്, ഇവിടെ തിരിയുമ്പോൾ ഉണ്ടോ ഇങ്ങനൊരു ആക്ഷൻ. അത് ബോഡി ഇങ്ങോട്ട് പോവുകയും കൈ ഇങ്ങോട്ട് വരികയും ചെയ്യും. ഓക്കെ. ഇത് നമ്മൾ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എക്സസൈസുകളിലൊക്കെ തന്നെ നമ്മൾ നിന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന എക്സസൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ. ഈ എക്സസൈസിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്, നോർമലി നമ്മൾ ചെയ്തെടുക്കേണ്ടത്. കിട്ടിയോ? അപ്പോൾ അതുകൊണ്ട് വടി കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഇവിടുത്തെ ട്വിസ്റ്റും ഈ അടിയും കൂടെ കൂട്ടിയിട്ടാണ് വെയിറ്റ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വടി പയറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ അത് കിട്ടാറില്ല. ഇതുകൂടെ കൂട്ടി ചെയ്താൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതിന് ഭയങ്കരമായ പവർ ആയിരിക്കും. ഇപ്പം ആ സംഗതി പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അടി അടിച്ചാൽ ഇവിടെയും പൊട്ടും. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം പഠിക്കുന്ന സമയത്ത് നമ്മൾ പയറ്റി പോവുക മാത്രമല്ല ചെയ്യേണ്ടത്, ഈ വെയിറ്റ് കൂടെ അവിടെ കിട്ടുന്നുണ്ടോയെന്ന് നോക്കണം. കാരണം അല്ലെങ്കിൽ തിരിച്ച് അവിടുന്ന് നമ്മുടെ എതിരാളി നമ്മളെ അടിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഒറ്റ അടിക്ക് പ്രശ്നം കഴിഞ്ഞാലോ ഒരുപാട് ആളുകൾ കൂടുതലുണ്ടെന്ന് നോക്കിയേ, ആഘാതത്തിൻ്റെ അളവ് കൂട്ടുകയാണ് വേണ്ടത്. ഒരുപാട് പേരുടെ ഒരടിക്ക് ഒരാൾ താഴെ പോകണം, എന്നാലേ നമുക്ക് എത്രയും വേഗം രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചെയ്ത് നിൽക്കാനുള്ള സമയമല്ല, ചെയ്ത് പോകാനുള്ള സമയത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുക. ഓക്കെ. സ്റ്റിക്ക് നമ്മൾ കയറുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ കൈ ഇവിടെ ഇങ്ങനെ ഊരികണ്ട, ഊരിയിട്ട് ഭാരം വരാനായിട്ട് നമ്മൾ ഇത് കണ്ട. അപ്പോൾ വടിയുടെ ഒരു 1/4 പങ്കോളം എവിടെ നിൽക്കണം, ആ ഭാഗത്ത് നിൽക്കണം. അടുത്ത കയറി വരുമ്പോൾ ഇത് വലിച്ചിട്ട് നമ്മൾ ഇവിടെ അടി വരുന്നത് കണ്ട. അപ്പോഴും ഈ വെയിറ്റ് വരാൻ വേണ്ടി ആ ഭാഗം അങ്ങോട്ട് നിൽക്കുക തന്നെ വേണം. ഇതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്. ഇനിയും പൊതുവിൽ പയറ്റുമ്പോൾ പറയാത്തൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം വളരെ വ്യക്തമായിട്ട്. അതായത് നമ്മൾ കയറി അടിക്കുന്നു, ഇവിടെ ഒരെണ്ണം ചെയ്യുന്നു, താഴെ ഒരെണ്ണം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചെന്നിയിലടിക്കണം, കണയിലടിക്കണം, അടുത്ത ചെന്നിയിലടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത കയറുമ്പോൾ നോക്കി നമ്മൾ കൈ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വന്ന് ചെന്നിയിലടിച്ചു, കണയിലടിച്ചു, ചെന്നിയിലടിച്ചു. ഇതാണ് വരുന്നത്. അടുത്ത കയറുമ്പോൾ നോക്കിയേ, ഈ കയറുന്നതിന് വേഗത കൂട്ടാൻ വേണ്ടി ഇത് ഉണ്ടാവും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, നമ്മളിങ്ങനെ വെച്ചു, ആൾ കയറി വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുമ്പോൾ സ്പീഡ് കുറയും. അതേസമയം ഇങ്ങനെ വെച്ച് ആൾ കയറി നോക്കിണ്ടാവും, അവിടെ എന്ത് പറ്റും, പെട്ടെന്ന് നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റും. അതായത് വടി ഉപയോഗിക്കുമ്പോൾ വടി ഇങ്ങനെ എടുക്കുമ്പോൾ
അടുത്തത് കയറുമ്പോൾ ഊരണം വടി. ഓക്കെ, ദെൻ മൂവ്. കണ്ടോ വടി വരുന്ന വേഗത കണ്ടോ? അത്രയും വേഗത്തിൽ തന്നെ നമുക്ക് കയറാനായിട്ട് ഈ വടിയുടെ രീതികൾ. ഇങ്ങോട്ട് കയറുമ്പോൾ കണ്ടോ, ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ 1 2 3 എന്ന് ചെയ്ത് അടുത്ത കയറുമ്പോൾ എന്ത് ചെയ്യണം, ഇത് വലിക്കണം, പിടികിട്ടി. എന്നിട്ട് ഈ ആയത്തിലാണ് നമ്മൾ അടിച്ചു കയറേണ്ടത്. ക്ലിയർ? സ്റ്റിക്ക് കൊണ്ടുള്ള ഫൈറ്റിങ്ങിൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. പഠിക്കുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ശരിക്കും അതിൻ്റെ റിസൾട്ട് ബോധ്യപ്പെടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് കല പ്രാക്ടിക്കൽ മാർഷൽ ആർട്ടായിട്ട് മാറുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.